എബ്രായ ലേഖനം 13:7 നാം ഇങ്ങനെ വായിക്കും, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവ അവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. നമ്മളെ വിശ്വാസത്തിൽ നടത്തിയ പിതാക്കന്മാരെ സ്മരിക്കേണ്ടത് നമ്മുടെ ധാർമ്മികമായ ചുമതലയാണ്. അതുകൂടെയാണ് ഞാനും നിങ്ങളും നിർവഹിക്കുന്നത് എന്ന കാര്യം വിനയപൂർവ്വം അറിയിക്കുകയാണ്. അബ്ദുൾ ജലീൽ മൂസൽ എന്ന് പറയുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഇറാഖിലെ രണ്ടാമത്തെ വലിയ നഗരമായ മൂസൽ, ബാഗ്ദാദിന് 400 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി ടൈഗ്രീസ് നദിയുടെ കരയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. വൈദിക വിദ്യാഭ്യാസം അദ്ദേഹം പൂർത്തീകരിച്ച് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. അബ്ദുൾ ജലീൽ റംബാനെ 1654 തീമോത്തിയോസ് എന്ന പേരിൽ അന്ത്യോക്യ പാത്രിയർക്കീസായിരുന്ന പരിശുദ്ധ ഇഗ്നാത്തിയോസ് ശമൗൻ ഒന്നാമൻ അദ്ദേഹത്തെ വാഴിച്ചു. ഓമീറിൻ്റെ മെത്രാപ്പൊലിത്തയായി 1664 വരെ അദ്ദേഹം പ്രവർത്തിച്ചു. 1664 അദ്ദേഹത്തെ ഊർഷ്ലേമിൻ്റെ മെത്രാപ്പൊലിത്തയാക്കി. ഊർഷ്ലേം മെത്രാപ്പൊലിത്തന്മാരുടെ സ്ഥാനപ്പേരായ ഗ്രിഗോറിയോസ് എന്ന പേര് അദ്ദേഹത്തിന് നൽകി. ഹൂദായ കാനൂൻ അനുസരിച്ച് ലോകത്തിൻ്റെ 4 ഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് 4 പാത്രിയർക്കീസന്മാരുണ്ടായിരിക്കണം. റോമ, അലക്സാന്ദ്രിയ, കുസ്തന്തീനോസ്, അന്ത്യോക്യ എന്നിവയാണ്. കൂടാതെ ഊർഷ്ലേമിൻ്റെ മെത്രാപ്പൊലിത്തെ 5ാം പാത്രിയർക്കീസായി അറിയപ്പെടണം എന്നുള്ളത് ഹൂദായ കാനൂനിൽ പരാമർശിക്കുന്ന സംഭവമാണ്. നമ്മെ സംബന്ധിച്ച് മലങ്കര സഭയ്ക്ക് അഭിമാനകരമായ ശുശ്രൂഷ നിർവഹിച്ച, നേതൃത്വം നൽകിയ ധന്യനായൊരു പിതാവാണ് ഈ നാം സ്മരിക്കുന്ന പിതാവ്. മാർത്തോമ ഒന്നാമൻ പരിശുദ്ധ ഇഗ്നാത്തിയോസ് ശമൗൻ ഒന്നാമൻ പാത്രിയർക്കീസ് ബാബായിക്ക് ഓമീദുകാരനായ സ്റ്റെഫാൻ അസ്ബർ ഷമ്മാശൻ വശം ഒരപേക്ഷ കൊടുത്തയക്കുകയാണ്. അപേക്ഷയിൽ വിദ്യാസമ്പന്നനും ഒരു സുറിയാനി ഭാഷാ പണ്ഡിതനുമായ ഒരു പിതാവിനെ മലങ്കരയിലേക്ക് അയക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അപേക്ഷ പരിഗണിച്ച് അബ്ദേദ് മശീഹ പാത്രിയർക്കീസ് അയച്ച പിതാവാണ് പരിശുദ്ധ അബ്ദുൾ ജലീൽ മാർ ഗ്രിഗോറിയോസ് ബാവ തിരുമേൻ. AD 1653 കൂനൻ കുരിശ സത്യത്തിന് ശേഷം AD 1665 പായ്ക്കപ്പലിൽ യാത്ര ചെയ്ത് ഇവിടെ എത്തി. വേഷപ്രച്ഛന്നരായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. കാരണം അപകടം പതിയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവോടുകൂടെയാണ്. ക്രിസ്ത്യാനികളായ കച്ചവടക്കാരെ കണ്ടെത്തിയതിന് ശേഷം അതിൽ ഒരാളായിരുന്നു ഇലഞ്ഞിക്കൽ ചാക്കോച്ചൻ എന്ന് അറിയപ്പെടുന്ന പിതാവ്. അദ്ദേഹം മെത്രാപ്പൊലിത്തയാണ് എന്നറിയിച്ചു. AD 1665 ജൂലൈ 1 തോമ അർക്കദിയോക്കാനെ 1ാം മർത്തോമ എന്ന പേരിൽ എപ്പിസ്കോപ്പയായി അദ്ദേഹം വാഴിച്ചു. തുടർന്ന് വടക്കൻ പറവൂർ ദേവാലയം സ്ഥാപിച്ചു. മലങ്കര സഭയുടെ യാക്കോബുർദാന എന്ന് അറിയപ്പെടുന്നത് ഈ പിതാവാണ്. പാരമ്പര്യമനുസരിച്ച് അതിനു മുൻപ് പുളിപ്പില്ലാത്ത അപ്പം ഉപയോഗിച്ചിരുന്നെങ്കിൽ പുളിപ്പുള്ള അപ്പം ആരാധനയ്ക്ക് ഉപയോഗിക്കുവാൻ തക്കവണ്ണം നേതൃത്വം നൽകി. നിർത്തലാക്കിയിരുന്ന പട്ടക്കാരുടെ വിവാഹം പുനരാരംഭിച്ചു. പള്ളികളിൽ രൂപങ്ങളും ബിംബങ്ങളും പ്രതിഷ്ഠിക്കുന്നത് വിലക്കി. അന്നുണ്ടായിരുന്ന 65 ദേവാലയങ്ങളിൽ 45 പള്ളികളും അദ്ദേഹത്തെ സ്വീകരിച്ചു. വടക്കൻ പറവൂർ പള്ളിയിലാണ് ബാവ തിരുമേനി അന്ത്യനാളുകൾ ചെലവഴിച്ചത്. മരണസമയം വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതിലൊന്ന് ഈ പിതാവാണ്. പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയും തൻ്റെ ഈ ലോക ജീവിതം അവസാനിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായി ബോധ്യമുണ്ടായിരുന്നുകൊണ്ടാണ് ഷമ്മാശനോട് ഇന്ന് തീയതി എന്തായി എന്ന് ചോദിച്ചത്. ഈ പിതാവ് കുളിച്ച് അംശവസ്ത്രങ്ങൾ ധരിച്ച് ദേവാലയത്തിലെത്തി അവിടെ വെച്ച് ഈ താൽക്കാലികമായ ജീവിതത്തോട് യാത്ര പറഞ്ഞു. പള്ളിമണികൾ താനേ മുഴങ്ങി എന്നും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം ഉപയോഗിച്ച കാസായാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പെരുന്നാളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നത്. പരിശുദ്ധ പിതാക്കന്മാർ ഉപയോഗിക്കുന്ന സ്ലീബ, അദ്ദേഹത്തിൻ്റെ സ്ലീബയിൽ 12 അറകളുണ്ടായിരുന്നു ചെറുത്. അതിൽ 11ലും വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരുന്നു. ഒന്നിൽ കർത്താവിൻ്റെ കുരിശിൻ്റെ
ഒരു ചെറിയ ഭാഗം അടർത്തിയെടുത്തത് അദ്ദേഹത്തിൻ്റെ സ്ലീവായിൽ സൂക്ഷിച്ചിരുന്നു. ഒന്നാം ഭാഗം ഈ പിതാവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇത്രയുമാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. രണ്ടാം ഭാഗം ഞാൻ എന്തിനാണ് ഈ പിതാക്കന്മാരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. 1 തിമോത്തിയോസ് 2:5 ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥൻ ഒരുവൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് യേശുക്രിസ്തു മാത്രമേ മധ്യസ്ഥനുള്ളൂ, മറ്റ് മധ്യസ്ഥന്മാർക്ക് പ്രസക്തിയില്ല എന്ന് പഠിപ്പിക്കുന്ന നൂതനങ്ങളായ പഠിപ്പിക്കലുകൾ ധാരാളമുണ്ട്. ആ പഠിപ്പിക്കലുകളുടെ മധ്യത്തിലാണ് ഈ പിതാവിൻ്റെ ധന്യമായ ഓർമ്മ, മധ്യസ്ഥത നമ്മൾ യാചിക്കുന്നത്. പരിശുദ്ധനായ പൗലോസ്ലീഹ ഇത് പറയാൻ 3 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, 2-ാം നൂറ്റാണ്ടിൽ പ്രബലമായ ഒരു സിദ്ധാന്തമായിരുന്നു ജ്ഞാനവാദം. ജ്ഞാനവാദം എന്ന് പറഞ്ഞാൽ, പദാർത്ഥം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഈ ഭൂമി അത് തിന്മയാണ്. അതുകൊണ്ട് നന്മയായ ദൈവത്തിന് തിന്മയായി ലോകത്തിൽ വന്ന് ജനിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവത്തേക്കാൾ ശക്തി കുറഞ്ഞ കുറച്ച് കുട്ടി ദൈവങ്ങളുണ്ട്. അത് അവരോഹണ ക്രമത്തിലാണ്. അതിലേറ്റവും അവസാനത്തെ കുട്ടി ദൈവമാണ് ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ടത് എന്ന് പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെ നിഷേധിക്കുന്ന ഒരു പഠിപ്പിക്കലാണ്. രണ്ടാമത്, യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥന്മാരായിട്ട് നിൽക്കുന്നത് മാലാഖമാരാണ്. സ്റ്റോയിക് തത്വചിന്തകന്മാർ പഠിപ്പിച്ചു ദൈവത്തിനും മനുഷ്യനിടയിൽ മധ്യസ്ഥന്മാരായിട്ട് നിൽക്കുന്ന ദുഷ്ടാത്മസേനയാണ്. പൗലോസ്ലീഹ തൻ്റെ FS ലേഖനത്തിൽ ഇത് കോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞ് അത് ഓർമ്മപ്പെടുത്തിയാണ്. ഞാനിത് ഓർമ്മപ്പെടുത്തിയത് പൗലോസ്ലീഹ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്: നിങ്ങൾ ജ്ഞാനവാദക്കാരായി പറയുന്ന കുട്ടി ദൈവമല്ല, യഹൂദന്മാരായി നിങ്ങൾ പറയുന്ന മാലാഖമാരല്ല, സ്റ്റോയിക് തത്വചിന്തകന്മാരായി നിങ്ങൾ പറയുന്ന ദുഷ്ടാത്മസേനയുമല്ല. ദൈവത്തിനും മനുഷ്യനിടയിൽ മധ്യസ്ഥനായിട്ട് നിൽക്കുന്നത് യേശുക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥത എവിടെയാണ്? പരിശുദ്ധന്മാരുടെ മധ്യസ്ഥത സാധാരണ ജനത്തിനും യേശുക്രിസ്തുവിനും ഇടയിലാണ്. യേശുക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ നിത്യമായി മധ്യസ്ഥത നമുക്ക് വേണ്ടി അണച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ ഭാഗത്താണ് കർത്താവിൻ്റെ സ്ഥാനത്ത് ആരും മലങ്കര സഭ ഒരിക്കലും പരിശുദ്ധന്മാരെ അവതരിപ്പിച്ചിട്ടില്ല, അവിടെ സ്ഥാപിച്ചിട്ടുമില്ല. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. സോദോം ഗോമോറോ എന്ന് പറയുന്ന 2 പട്ടണങ്ങൾ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. സ്വാഭാവികമായിട്ടും ദൈവം തീരുമാനിച്ചാൽ നടപ്പാക്കുക മാത്രമേ ഉള്ളൂ. അബ്രഹാം ഇടപെട്ടിട്ട് ചോദിച്ചു, 50 നീതിമാന്മാരുണ്ടെങ്കിൽ ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ നശിപ്പിക്കുമോ? യഹോവയായി ദൈവം കൽപ്പിച്ചു, ഞാൻ നശിപ്പിക്കുകയില്ല. 40 ആയാലോ 30 ആയാലോ? വീണ്ടും യഹോവയായി ദൈവം കോപിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ചോദിക്കുകയാണ്, നീ കോപിക്കരുത്. 20 ആയാലോ? 10 നീതിമാന്മാർ ആ പട്ടണത്തിലുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു. ഇതാണ് വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയുടെ പ്രസക്തി. എന്നാൽ ഒരു കാര്യം അതിനോടനുബന്ധമായി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധന്മാർ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുകയാണ്. ഇതിനൊരല്പം വികലത സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. 3ഉം 4ഉം തുബ്ദേൻ നാം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ, കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന പരിശുദ്ധന്മാരോടല്ല, ഇത് തിരിച്ചറിയണം. പലപ്പോഴും ഞാൻ ഒരിക്കൽ അഭിവന്യ അത്താനാസിയോസ് തിരുമേനിയോട് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു, തിരുമേനിമാരെ കൽപ്പന ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പുറപ്പെടുവിക്കണം. പരിമല ചെല്ലുന്നതിൽ കൂടുതൽ ആളുകളും മജോറിറ്റി ആളുകളും ആ കബറിങ്കൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം മടങ്ങിപ്പോവാണ്. നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസമേ അതല്ല. ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്ന ധന്യമായ ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ, കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്. മൂന്നാമത് ഇലഞ്ഞിക്കൽ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചാണ്. ഈ ദേവാലയത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എന്നാൽ ഇലഞ്ഞിക്കൽ കുടുംബാംഗങ്ങൾ എൻ്റെ ദേവാലയത്തിൽ, ഞാൻ പുത്തൻകാവ് ദേവാലയത്തിൽ വന്ദിനായ സക്രിയ പനയ്ക്കാമറ്റും അച്ഛൻ ധന്യതയോടെ ശുശ്രൂഷ ചെയ്ത പുത്തൻകാവ് ദേവാലയത്തിൻ്റെ ശുശ്രൂഷയാണ് ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന ദേവാലയത്തിൻ്റെ തൊട്ടു മുൻപ് നിർവഹിച്ചത്. അവിടെ പ്രിയ റോയി ഈപ്പൻ, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ, അദ്ദേഹത്തിൻ്റെ പിതാവ്, മാതാവ്, അവരെല്ലാം ദേവാലയവും ദൈവിക ആരാധനയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമാണ്. പ്രത്യേകിച്ച് ഈ പിതാവ് നാം ഇന്ന്
ഓർമ്മ നിർവഹിക്കുന്ന ധന്യനായ പിതാവും ഈ കുടുംബവുമായി വളരെ നല്ല ഒരാഴമായ ബന്ധമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ആ പിതാവിൻ്റെ ഓർമ്മ ഓരോ വർഷവും അനുഗ്രഹരമായി നിർവഹിക്കുന്നത്. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന് സമീപം MG കോളേജ് എന്ന് പറയുന്ന മാർ ഗ്രിഗോറിയോസ് കോളേജ് എന്ന പേരിൽ ഒരു നമ്മുടെ MG കോളേജ് എന്ന് പറയുന്നത് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന് സമീപമാണ്. ക്രിസ്ത്യൻ കോളേജിനേക്കാൾ വിപുലമായ ഒരു സംവിധാനത്തിൽ നടന്ന സ്ഥാപനമാണ്. ഞാൻ നേരിട്ട് കണ്ട ഞാനവിടെ വർക്ക് ചെയ്തിട്ടുള്ളയാണ്. അവിടെ ആ കുടുംബാംഗങ്ങൾ ആ സ്ഥാപനത്തോട് ചേർന്ന് വിദ്യാഭ്യാസ സ്ഥാപനത്തോട് ചേർന്ന് കുരിശിൻ സമൂഹം പണി കഴിപ്പിച്ച് അത് കുദാശയിൽ ഞാൻ ആ കുദാശയിൽ സംബന്ധിച്ചാണ്, ഒരു പയ്യനായിട്ട് സംബന്ധിച്ചാണ്. മാത്യൂസ് പ്രഥമൻ ബാബാദൻ സുഹൃത്തും പ്രത്യേകിച്ച് എപ്പിമാനിയസ് സുഹൃത്തും കൊല്ലം ഭദ്രാസ്ഥാനത്താകുന്ന ആ കുദാശ നിർമ്മിക്കപ്പെട്ട ആ കുരിശിൻ സൗധത്തിൽ പരിശുദ്ധനായ പരിമലസംഘത്തിന്റെ നാമത്തിലാണ് സ്ഥാപിച്ചത്. എന്നാൽ പരിശുദ്ധനായ പരിമല വിശുദ്ധന്റെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന കുരിശ്, ആ കുരിശിൻ സൗധത്തിൽ ഒരു ഫോട്ടോ കൂടെ വെച്ചിട്ടുണ്ട്. അത് ഈ ഓർമ്മ നടത്തുന്ന പിതാവിൻ്റെ ഫോട്ടോയാണ്. ആദ്യകാലങ്ങളിൽ എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമൊന്നും ഉണ്ടായിരുന്നു. ഞാൻ പുത്തൻകാവ് ദേവാലയത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ സത്യത്തിൽ ആ ദേവാലയത്തിന്റെ കുരിശിൻ സൗധത്തിലേക്ക് നമ്മുടെ ആളുകൾ അതിനങ്ങനെ പോകാറില്ല. അവിടുത്തെയുള്ള ക്രൈസ്തവരായിട്ടുള്ള ആളുകളും അവിടെയുള്ള നമ്മുടെ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളും പ്രാർത്ഥനയ്ക്കായിട്ട് തിരഞ്ഞെടുത്തു. അതങ്ങനെ കിടക്കുന്നത് ശരിയല്ലെന്ന് ഒരു ബോധ്യം വന്നതുകൊണ്ട് പള്ളി പൊതുയോഗത്തിൽ ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ട് ഒക്ടോബർ മാസം ലാസ്റ്റ് ഞായറാഴ്ച അവിടെ എല്ലാ നമ്മുടെ ഇടവ ജനങ്ങൾ പരമാവധി അവിടെ എത്തി സന്ധ്യാ നമസ്കാരം നിർവഹിച്ച് അവിടെ ധൂപപ്രാർത്ഥന നിർവഹിച്ച് ഒരു അനുസ്മരണം നിർവഹിക്കും. ആ സമയത്ത് ഈ പിതാവിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ എനിക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലായത് യാഥാർത്ഥ്യമാണ്. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. അലക്സാണ്ടർ ജേക്കബ് സാറ് ഒരിക്കൽ നടത്തിയൊരു പ്രസംഗമുണ്ട്, അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആ പ്രസംഗം രാമേശ്വരം എന്ന് പറഞ്ഞൊരു സ്ഥലം, നിങ്ങളെല്ലാവരും പോയിട്ടില്ലെങ്കിൽ കേട്ട് കാണും. അവിടെ ഒരു വള്ളം, പ്രത്യേകിച്ച് ചെറിയ ദ്വീപുണ്ട്. ആ ദ്വീപിൽ വള്ളത്തിൽ ഇങ്ങനെ അവിടെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് ഈ വിഗ്രഹം ഈ വള്ളത്തിൽ കയറ്റി ദ്വീപിൽ കൊണ്ടുവന്ന് പൂജകളൊക്കെ നിർവഹിച്ചതിന് ശേഷം മടങ്ങിപ്പോരും. ആ വള്ളം തുഴഞ്ഞുകൊണ്ടിരുന്നത് ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. അവരങ്ങനെ പോയി ദ്വീപിൽ ചെന്ന് പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം മടങ്ങി വരുന്ന സന്ദർഭത്തിൽ എന്തോ ഒരു സാഹചര്യത്തിൽ ഈ വള്ളം അല്പം ചരിഞ്ഞ് ഈ വിഗ്രഹം വെള്ളത്തിനടിയിലേക്ക് വീഴും. അവര് പൂജാരികൾ വളരെ ഭാരത്തോടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്, നിങ്ങൾക്ക് നീന്തറിയില്ലെങ്കിൽ ഞാനത് മുങ്ങിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടുമില്ല, ഞങ്ങൾക്ക് ഈ വിഗ്രഹം തിരികെ അമ്പലത്തിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ഏതാണ്ട് 10 അടിയോളം താഴ്ചയുള്ള വെള്ളത്തിൽ അദ്ദേഹം മുങ്ങി ഈ വിഗ്രഹം എടുത്ത് വള്ളത്തിൽ കയറി. വള്ളത്തിൽ കയറിയപ്പം അവിടെ ഉണ്ടായിരുന്ന 2 പൂജാരിമാര് ഈ ഇസ്ലാം മത വിശ്വാസിയായ മനുഷ്യൻ വർഗീയതയുടെ വിഷ പുക ഇങ്ങനെ പടർന്നു വർദ്ധനിക്കുമ്പോൾ നാം പഠിക്കേണ്ട ഒരു പാഠമാണ്. 2 കൈയും എടുത്ത് അദ്ദേഹത്തിന്റെ തലയിൽ കഴിവിച്ചിട്ട് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എത്ര അടി താഴ്ചയിലേക്ക് ഈ വിഗ്രഹം എടുക്കാൻ വേണ്ടി മുങ്ങിയോ അതിന് 100 ഇരട്ടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു പറഞ്ഞു. അദ്ദേഹത്തിന്റെ മക്കളൊന്നും വലുതായിട്ട് പഠിച്ചില്ല, പക്ഷെ കൊച്ചുമകനാണ് ഇന്ത്യയുടെ പ്രഥമ പൗരനായ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ധന്യനായ പിതാവിന്റെ ഓർമ്മ അനുഗ്രഹത്തോടെ നിർവഹിക്കുമ്പോൾ തലമുറകൾക്ക് അനുഗ്രഹമായിട്ട് ദൈവം
നിങ്ങൾക്ക് സമൃദ്ധിയായി അനുഗ്രഹങ്ങൾ നൽകും. കൽപ്പന യഹോവയായി ദൈവം കൊടുക്കുമ്പോഴും അങ്ങനെയാണ്. പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ സന്ദർശിക്കും, നന്മ ചെയ്താൽ 1000 തലമുറ വരെ സന്ദർശിക്കും. അതുകൊണ്ട് ഈ പെരുന്നാൾ ദൈവസന്നിധിയിൽ നിന്ന് ഈ പിതാവിൻ്റെ മധ്യസ്ഥത മുഖാന്തരം അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.